ഇ ഡിയുടെ റെയ്ഡ് എന്തുകൊണ്ട് AKG സെൻറ്ററിലേക്ക് പോയില്ല? എന്തുകൊണ്ട് AKG സെൻറ്ററിലേക്ക് പോകണം? AKG സെൻറ്ററിലേക്ക് ഈ കാരണത്താൽ പോകണം. AKG സെൻറ്ററാണ് വീണയുടെ ഓഫീസ് അഡ്രസ്സായി കൊടുത്തിരിക്കുന്നത്. പക്ഷെ പിണറായിയുടെ വീട്ടിലാണ് റെയ്ഡ് നടന്നത്. മറ്റ് ചില CPM നേതാക്കളുടെ വീട്ടുകളിലാണ് റെയ്ഡ് നടന്നത്. അതിൻ്റെ അടിസ്ഥാനം നാം പരിശോധിച്ചാൽ ഇത് ഒന്നെങ്കിൽ മോഡിയുടെ അറിവോടെയല്ല, VDയുടെയും അറിവോടെയല്ല, മറിച്ച് കോടതി വിധിയെ അനുസരിക്കാൻ വേണ്ടി ED നടത്തിയ ഒരു നാടകം. ED എല്ലാ കാലത്തും CPMനെ സഹായിക്കാനേ ചെയ്തിട്ടുള്ളൂ. BJP എല്ലാ കാലത്തും CPMൻ്റെ കൂടെയാണ്. അപ്പോൾ എന്തിനീ റെയ്ഡ്? അവിടെയാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. കെ മുരളീധരൻ പറഞ്ഞതുപോലെ ഇത് ഒരു തന്ത്രപരമായ CPMന് മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത ഒരു റെയ്ഡാണ്. അതുകൊണ്ട് ഇനി കേരള പോലീസ് ED ഉദ്യോഗസ്ഥർക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് കേസെടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ. കാരണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അപകടകരമായ അഭ്യാസങ്ങൾ ഇനിയും ഉണ്ടാവും. നമ്മൾ ഈ രാജ്യത്തിൻ്റെ പല സ്ഥലത്തും നടന്നിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ഇതുവരെ അവർ നടത്താൻ ശ്രമിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ചില ചെപ്പടി വിദ്യകളാണ്. പക്ഷേ ഈ ചെപ്പടി വിദ്യകൾ കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വീഴ്ത്താൻ പറ്റുമോ? ബുദ്ധിയുള്ളവരല്ലേ? CPM എന്ന് ചിലപ്പോൾ നേതാക്കൾ BJPയിലേക്ക് കയറുമായിരിക്കും, അല്ലെങ്കിൽ CPM പറയായിരിക്കും ഇന്ന രീതിയിൽ വോട്ട് ചെയ്യണമെന്ന്. അതുകൊണ്ട് അങ്ങനെ വോട്ട് ചെയ്യാൻ ഇരിക്കുന്ന ആൾക്കാരാണോ? ഈ പ്രാവശ്യത്തെ 3 സീറ്റ് അത് CPMൻ്റെ ദാനമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അടുത്തത് ഈ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്താണ് CPM, എന്താണ് BJP അജണ്ട എന്നുള്ളത്. അതുകൊണ്ട് ഇനി ഇവർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കുകയാണ് നല്ലത്, കേരളത്തിലേക്ക്. അപ്പോൾ സൗത്ത് ഇന്ത്യ ഇവരങ്ങ് മറന്നു കളയുകയാണ് നല്ലത്. അപ്പോൾ ഈ രീതിയിലുള്ള ചപ്പടി വിദ്യകൾ ആണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യക്ഷമമായി ജനങ്ങളുടെ സേവനത്തിനോ ജനങ്ങളുടെ ഉന്നമനത്തിനോ ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ ശാശ്വത പരിഹാരത്തിനോ ഒരിക്കലും CPMോ BJPയോ ഒരു കണിക പോലും മുന്നോട്ട് വന്നിട്ടില്ല. ഇവർ ഇങ്ങനെ ചപ്പടി വിദ്യകൾ കാണിച്ച് ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു വർഗമായി മാറിയിരിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ ED റെയ്ഡ് ചെയ്യേണ്ടത് AKG സെൻറ്ററിലാണ്. അഡ്രസ്സ് അവിടെയാണ്.